നമസ്കാരം. പാകിസ്ഥാന്റെ ഓലപ്പടക്കങ്ങൾ ആകാശത്ത് വെച്ച് തന്നെ തൃശ്ശൂർ പൂരം പോലെ പൊട്ടിത്തരിപ്പണമായത് കണ്ടപ്പോഴാണ് ഇന്ത്യ ചുമ്മാതല്ല S-400 എന്ന സുദർശന ചക്രം റഷ്യയിൽ നിന്ന് വാങ്ങി വെച്ചതെന്ന് മനസ്സിലായി കാണുമല്ലോ. ഇവനാണ് പുലി. ഇന്ന് ലോകത്ത് നിലവിലുള്ളതിൽ ഏറ്റവും കരുത്തുറ്റതും വിശ്വാസയോഗ്യവുമായ പ്രതിരോധ സംവിധാനമാണ് S-400. ഇന്ത്യൻ സൈന്യം ഇതിന് വിളിക്കുന്ന ഓമന പേരാണ് സുദർശന ചക്രം. എത്ര വേഗത്തിൽ വരുന്ന യുദ്ധവിമാനങ്ങൾ, ബാലിസ്റ്റിക് മിസൈലുകൾ, ക്രൂയിസ് മിസൈലുകൾ, ഡ്രോണുകളെല്ലാം വായുവിൽ വെച്ച് തന്നെ ഇത് തകർക്കും. 2018 ഇന്ത്യ ഇത് വാങ്ങുവാൻ റഷ്യയുമായി കരാർ ഒപ്പിട്ടത്. വില ഇത്തിരി കൂടുതലാണ്. 5 എണ്ണത്തിന് 42,000 കോടി രൂപ. ഈ സംവിധാനം 1980 റഷ്യ വികസിപ്പിച്ചെടുത്തത്. റഷ്യയിലെ അൽമാസ് സെൻട്രൽ ഡിസൈൻ ബ്യൂറോയാണ് ഇത് തയ്യാറാക്കിയത്. ഇതിന് 3 ഭാഗങ്ങളുണ്ട്. ഒന്ന് മിസൈൽ തൊടുത്തുവിടുന്ന ലോഞ്ചർ ഉൾപ്പെടുന്ന ഭാഗം, 2 വളരെ പവർഫുള്ളായ റഡാർ സംവിധാനം, 3 നിർദ്ദേശങ്ങൾ നൽകുന്ന കമാൻഡിംഗ് സെൻറ്റർ. S-400 പ്രവർത്തന രീതി നോക്കിയാൽ 40 മുതൽ 600 കിലോമീറ്റർ വരെ അകലെയുള്ള ഒന്നിൽ കൂടുതൽ ലക്ഷ്യങ്ങളെ ഒരേ സമയം കണ്ടെത്തുകയും അവയെല്ലാം 400 കിലോമീറ്റർ അകലെ നിന്ന് തകർക്കുവാനും കഴിയും. റഷ്യയുമായി കരാർ ഒപ്പിട്ട ശേഷം 3 S-400 ആണ് ഇപ്പോൾ ഇന്ത്യയിലെത്തിയത്. 2 എണ്ണം കൂടി ഇനി വരാനുണ്ട്. ഇപ്പോൾ ഒരെണ്ണം പത്താൻകോട്ടിൽ വെച്ചിട്ടുണ്ട്. ഇത് ജമ്മു കാശ്മീർ, പഞ്ചാബ് പ്രദേശങ്ങളുടെ സംരക്ഷണം നിർവഹിക്കുകയാണ്. ബാക്കിയുള്ളത് രാജസ്ഥാൻ, ഗുജറാത്ത് അതിർത്തി പ്രദേശങ്ങളെ കണക്കിലെടുത്ത് നിലയുറപ്പിച്ചിട്ടുണ്ട്. 2026 തന്നെ ബാക്കിയുള്ളതും ഇന്ത്യയിലെത്തും. പാകിസ്ഥാന്റെയും ചൈനയുടെയും ഭീഷണിക്ക് തടയിടുവാനാണ് S-400 സ്ഥാപിച്ചിരിക്കുന്നത്. S-400 പ്രവർത്തന മികവ് നോക്കിയാൽ ഒരേ സമയം 160ഓളം ലക്ഷ്യങ്ങളെ കണ്ടെത്തുവാനും ഒറ്റയടിക്ക് 72ഓളം എണ്ണത്തിനെ ആക്രമിക്കുവാനും കഴിയും. 40 മുതൽ 400 കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള നിരവധി മിസൈലുകളുടെ ഒരു ശേഖരമാണ് ഇതിലുള്ളത്. വലിയ ട്രക്കുകളിൽ ഘടിപ്പിച്ചിരിക്കുന്ന തരത്തിലാണ് S-400 ഡിസൈൻ. അതിനാൽ വളരെ പെട്ടെന്ന് തന്നെ ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് ഇതിനെ എത്തിക്കുവാനും കഴിയും. 5 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് പ്രവർത്തന സജ്ജമാകുകയും ചെയ്യും. ഇതുകൂടാതെ ഇന്ത്യയുടെ മറ്റ് വ്യോമ നിരീക്ഷണ സംവിധാനങ്ങളുമായി S-400 കണക്ട് ചെയ്തിട്ടുണ്ട്. അതിനാൽ ഡാറ്റകൾ വിശകലനം ചെയ്യുവാനും വളരെ വേഗം സാധിക്കുന്നു. ഇത് വാങ്ങി വെച്ചിട്ട് അധിക കാലമാകുന്നതിന് മുന്നേ തന്നെ ആദ്യത്തെ ടെസ്റ്റ് ഡോസ് നടത്തിയതാണ് ഇപ്പോൾ. പാകിസ്ഥാൻ വിക്ഷേപിച്ച ഡ്രോണുകളും മിസൈലുകളും ആകാശത്ത് തന്നെ കത്തിയെരിഞ്ഞു. ഇനി പാകിസ്ഥാന്റെ കാര്യം നോക്കിയാൽ അവരുടെ കൈവശമുള്ളത് ചൈന നൽകിയ HQ-9 എയർ ഡിഫൻസ് സിസ്റ്റമാണ്. അതിൽ പലതും ഇപ്പോൾ ഇന്ത്യ തകർത്തുവെന്നും വാർത്തകൾ വരുന്നുണ്ട്. പാകിസ്ഥാന്റെ മിസൈലുകളും ഡ്രോണുകളും വിമാനങ്ങളും അവിടെ നിന്നും ഉയരുന്ന സമയം തന്നെ ഇന്ത്യയുടെ വ്യോമ നിരീക്ഷണ പരിധിയിലായി കഴിയും. ഇലക്ട്രോണിക് ജാമിങ്ങിനെ പ്രതിരോധിക്കുവാനുള്ള സംവിധാനവും ഏറ്റവും മികച്ച റഡാർ നിരീക്ഷണ സംവിധാനവുമാണ് S-400 ഏറ്റവും വലിയ പ്രത്യേകത. അങ്ങനെ മുതലയുടെ വായിൽ കൈയിട്ട അവസ്ഥയിലായ പാകിസ്ഥാന് ഇനി എന്തു ചെയ്യാനാകും എന്നതാണ് അവസ്ഥ. വിമാനങ്ങൾക്ക് 3 ദിവസത്തിൽ കൂടുതൽ ഇന്ധനം നിറയ്ക്കുവാൻ പോലും ഗതിയില്ലാതെ നട്ടം തിരിയുന്ന പാകിസ്ഥാൻ എന്ത് ധൈര്യത്തിലാണ് ഈ സാഹസത്തിന് മുതിരുന്നത് എന്നത് അവർക്ക് പോലും പിടിയില്ല. ഇതിനെയാണ് നമ്മൾ പറയുന്ന ആ പഴഞ്ചൊല്ലിൻ്റെ അർത്ഥം, വിനാശകാലെ വിപരീത ബുദ്ധി.